ഇപ്പോൾ കാസർഗോഡ് കൊളത്തൂരിൽ പുലി തുരങ്കത്തിൽ കുടുങ്ങി കൂടുതൽ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനവാസ മേഖലയിലാണ് പുലിയെ കണ്ടെത്തിയത്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റും പറയുകയും ചെയ്തു, ഇതൊരു വനമേഖലയല്ല, തീർത്തും ജനങ്ങൾ മാത്രം താമസിക്കുന്ന ജനവാസ മേഖലയായ ഒരു സ്ഥലമാണ്. ഇപ്പോൾ പുലിയെ പുറത്തെടുക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീനിത, കാസർഗോഡ് കൊളത്തൂർ മടന്തക്കോടാണ് പുലിയെ ഒരു തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കൃഷ്ണന്റെ കവുങ്ങിൻ തോട്ടത്തിലൂടെ വെള്ളമൊഴുകി പോകുന്ന പാറമടയ്ക്കകത്തുള്ള ഒരു ചെറിയ തുരങ്കത്തിനകത്താണ് ഇപ്പോൾ പുലിയുള്ളത്. അത് പുലിയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥിരീകരിച്ചു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവരുടെ കവുങ്ങിൻ തോട്ടത്തിൽ കൃഷ്ണന്റെ മകൾ അനുപമ പോയി വെള്ളമടിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഈ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ശബ്ദം കേട്ട് ഈ പാറമടയിൽ പരിശോധന നടത്തുകയായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ അനുഭവം തന്നെ കൂടെ ചേരുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങളിത് കണ്ടത്? ഞാൻ മോട്ടോർ ഓഫ് ആകാനിടുമ്പോൾ ഇങ്ങനെ ഞാനങ്ങനെ നോക്കി കണ്ടു. അച്ഛനോട് വന്ന് പറയായിരുന്നു. അച്ഛൻ ചെന്ന് നോക്കി, അനക്കം മാത്രമാണ് കണ്ടത്. അച്ഛൻ പോയി നോക്കിയപ്പോൾ ഒച്ചയൊക്കെ വെച്ചു. മനസ്സിലായി. നാട്ടുകാർ വന്നിട്ട് എന്താ ചെയ്തത്? അവിടെ പാറ വെച്ച് അടച്ചിട്ടുണ്ടോ? പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ നോക്കിയില്ല. ഞാൻ വന്ന് അച്ഛനോട് പറഞ്ഞു. ഇവിടെ ഈ പ്രദേശത്ത് ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം ഉണ്ട്, ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? 2 ആഴ്ചയായി കാണുന്നുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. പക്ഷേ ഈ തൊട്ടടുത്ത് ഇറക്കത്തിലുള്ളവരൊക്കെ കണ്ടു. കുറച്ച് ദൂരമുള്ള 2 ആഴ്ചയായിട്ട് ഈ പ്രദേശം അടുത്ത് തന്നെ കാണുന്നുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ പിടിച്ചു പോയോ? ആദ്യം ശ്രദ്ധ എന്താന്ന് ഓർത്തില്ല. പിന്നെ അച്ഛനോട് വന്ന് പറഞ്ഞു. അച്ഛൻ വന്ന പുലിയെന്ന് പറഞ്ഞു. ആദ്യം പോയപ്പോൾ തന്നെ മനസ്സിലായോ ഇത് പുലിയാന്ന്? മനസ്സിലായത് എങ്ങനെയാ? അത് ഞാൻ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അത് ഇങ്ങോട്ട് വന്ന് നമുക്ക് നേരെ ചാടി അതിനാണ് വിളിച്ചടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി അല്ലേ? ഈ ഭാഗത്ത് മുമ്പ് കാണാറുണ്ടോ ഇങ്ങനെ പുലിയെ? കാണാറുണ്ടോ? ഇല്ല, കണ്ടിട്ടൊന്നുമില്ല. ഇതുവരെ കണ്ടിട്ടില്ല. ഡൗട്ടില്ല. അതിന് മൊത്തം ഇപ്പോൾ ഈ ചുറ്റുവട്ടമെല്ലാം പുലി വരുന്നുണ്ടല്ലോ, കണ്ടിട്ടുണ്ട്. അങ്ങനെയെല്ലാം പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവിടെ എനിക്ക് അതിൻ്റെ ഒരു ഇത് ലക്ഷണം ഉണ്ടായി. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ പിന്നെ അധികമായിട്ട് അതിനെ ആക്കിയിട്ടില്ല, അതെല്ലാം കൊടുത്തില്ല. അങ്ങനെയാണ്. ഇവിടെ വനമേഖല അടുത്തുണ്ടോ? കാടുണ്ടോ? കാട് പ്രൈവറ്റ് ആയിട്ടില്ല, ഉണ്ട്. കാട് നല്ല കാടുണ്ട്. ആ കാട് അങ്ങോട്ട് ഒരു കുന്ന് ഇടിയുണ്ട്. ഫോറസ്റ്റ് 2 മൈൽ അപ്പുറമല്ലേ, 4 മൈൽ അപ്പുറമല്ലേ, ഈ പുഴയുടെ അപ്പുറമല്ലേ നമ്മൾ ഫോറസ്റ്റ്. ഇപ്പോൾ ശ്രീനിത, ഇവർ പറഞ്ഞതുപോലെ തന്നെ 2 ആഴ്ച മുമ്പ് തന്നെ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർക്ക് സംശയം ഉയർന്നിരുന്നു. പ്രദേശത്തെ നായകൾ അപ്രത്യക്ഷമായിരുന്നു. അത് പുലി പിടിച്ചതാണ് എന്ന് പരാതി നേരത്തെ തന്നെ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഈ തൊട്ടടുത്ത് വനമേഖലയില്ല, കുറച്ച് ദൂരെയാണ് വനമേഖല. എങ്ങനെയാണ് ഈ പ്രദേശത്ത് പുലി എത്തിപ്പെട്ടത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി അത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും നാട്ടുകാരുടെ ആശങ്ക പരിഗണിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ അടിയന്തരമായ ഇടപെടൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് വിവരം കൈമാറിയിട്ടുണ്ട്. മയക്കുവെടി ഉൾപ്പെടെ വെക്കുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമാണ്. അതിന് ആവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണെന്നാണ് DFO നേരത്തെ സ്ഥലത്തെത്തിയപ്പോൾ അറിയിച്ചത്. വയനാട്ടിലുള്ള വിദഗ്ധ സംഘം ഇന്ന് രാത്രി തന്നെ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മയക്കുവെടി വെക്കുന്നതിനുള്ള വിദഗ്ധൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തും. അതിനെ പുറത്തെത്തിക്കാൻ ഏത് രീതിയിൽ കഴിയുമെന്നാണ് നോക്കുന്നത്. ഈ പാറമടക്കകത്ത് നിന്ന് പുറത്തേക്ക് അതിന് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും അത് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള മുൻകരുതൽ നാട്ടുകാർ എടുത്തിട്ടുണ്ട്. ഈ പാറമടയുടെ മുൻഭാഗം വലിയ കല്ലുകൾ വെച്ച് അടച്ച നിലയിലാണ്. ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട്. ഏതായാലും രാത്രി തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കാം? ഇപ്പോൾ നേരത്തെ പറഞ്ഞു മയക്കുവെടി വയ്ക്കുക എന്നുള്ള തുടർ നടപടികൾ. ഇപ്പോൾ സമയത്തിന്റെ ഒരു പരിമിതി നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു പരിമിതിക്കുള്ളിൽ വെച്ച് ഇനി എങ്ങനെയാണ് പുലിയെ പുറത്തെടുക്കാനുള്ള നടപടികൾ, അതോടൊപ്പം തന്നെ മയക്കുവെടി വയ്ക്കാനുള്ള നടപടികളൊക്കെ എങ്ങനെയാണ്? ഇതിനൊക്കെ ഒരു തീരുമാനമായോ?
രാത്രി സമയമാണ്, അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് പരിമിതികളുണ്ട്. ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും നിലവിൽ കഴിയുന്ന സാഹചര്യത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ വിദഗ്ധ സംഘത്തിന് വിവരം അറിയിച്ചു. മയക്കുവെടി വെക്കുന്ന വിദഗ്ധൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാത്രി തന്നെ ഇവിടെ എത്തുമെന്നാണ് അറിയുന്നത്. എങ്കിലും ഈ മയക്കുവെടി വെക്കുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമാണ്. അതിനുള്ള അനുമതിയുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ പാലിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇരിട്ടിയിൽ നിന്നുള്ള RRT സംഘം കൂടി എത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. രാത്രി എത്തിയ സാഹചര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയ ശേഷം രാവിലെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ആ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നാട്ടുകാർ വലിയ തോതിൽ തടിച്ചുകൂടിയ സാഹചര്യത്തിൽ ഈ കവുങ്ങൻ തോട്ടത്തിലേക്ക് പോകുന്ന ചെറിയ റോഡ് അതിപ്പോൾ വടം കെട്ടി വേർതിരിച്ചിട്ടുണ്ട്. നാട്ടുകാർ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ ഈ പ്രദേശത്തേക്ക് പോയാൽ മറ്റ് നടപടികൾ വലിയ ബുദ്ധിമുട്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ അത് പാലിച്ചുകൊണ്ട്, കൃത്യമായി അകലം പാലിച്ചുകൊണ്ട് ഇവിടം കെട്ടി വേർതിരിച്ച അതിന് തൊട്ടിപ്പുറത്തായാണ് നിൽക്കുന്നത്. ഏതായാലും വലിയ ആശങ്ക നാട്ടുകാർക്കുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പ് തന്നെ പ്രദേശത്ത് പുലിശല്യമുള്ളതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. നായകൾ ഈ പ്രദേശത്ത് അപ്രത്യക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ നായകൾ പുലി പിടിച്ചതാകാമെന്ന ഒരു സംശയം നേരത്തെ തന്നെ നാട്ടുകാർ. കാസർഗോഡ് കൊളത്തൂരിൽ പുലി തുരങ്കത്തിൽ കുടുങ്ങി. ജനവാസ മേഖലയിലാണ് പുലി കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്.